അബൂ ത്വാലിബ് പിന്നെയും പറയുന്നുണ്ട്, ചെറുപ്പത്തിലേ ഈ അത്ഭുതമൊക്കെ കണ്ടതുകൊണ്ട് തന്നെ വരൾച്ച ഉണ്ടായാൽ ഈ കുഞ്ഞിനെയായിട്ട് കാബന്റെ അടുത്തേക്ക് പോവാ, എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ഈ മുഖം ഒന്ന് മേലോട്ട് കാണിച്ചാൽ മതി. ഒരു മേഘക്കീറ് പോലും ഇല്ലാത്ത അന്തരീക്ഷം പെട്ടെന്ന് മേഘാവൃതമായി മഴ ചുരത്തുകയാണ്. അന്ന് അബൂ ത്വാലിബ് പാടിയ പാട്ട് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ആ വിശുദ്ധ മുഖം ആകാശത്ത് കാണിച്ചു കൊടുത്താൽ അതാ മഴ വർഷിക്കുകയാണ്. അള്ളാന്റെ ഹബീബിനെ സാധാരണ മനുഷ്യരെന്ന് വിളിക്കുന്ന ഏതെങ്കിലും മൗലവിമാരെ മുഖം കൊണ്ടുവന്ന് ആകാശത്ത് കാണിച്ചു കൊടുത്താൽ ഇതുപോലെ മഴ കിട്ടുമോ? മഴ കിട്ടൂല. കാക്ക പറക്കുന്നുണ്ടെങ്കിൽ എന്തേലും കിട്ടും ചിലപ്പോൾ. ഇതാണ് അവര് മുഖം കാണിച്ചു കൊടുത്താൽ കിട്ടും. അള്ളാന്റെ റസൂലിന്റെ സവിശേഷതയും പ്രത്യേകതയും അത് മനസ്സിലാക്കാതെ നബി ഒരു സാധാരണ മനുഷ്യനായി കണ്ട് നമ്മൾ വിശ്വസിച്ചാൽ ഒരിക്കലും നമ്മളെ ഈമാൻ ശരിയാവൂല. ഇനി അങ്ങോട്ട് ജീവിതം മുഴുവനും അങ്ങനെ സവിശേഷകരമായ പ്രത്യേകതയുള്ള ആ പ്രവാചകർ, അവിടുന്ന് നമ്മളെ മനസ്സിൽ എത്ര ഉണ്ടോ, അവിടത്തോട് എത്ര മഹബത്തുണ്ടോ, അതാണ് ഒരാളെ ഈമാനിന്റെ മാനദണ്ഡം. അതിന്റെ ഗ്രേഡ് അളക്കാനുള്ള അളവുകോൽ അതാ. അതുകൊണ്ടാണ് എല്ലാ ഇമാമിങ്ങളും റസൂലുള്ളാഹിയോടുള്ള മഹബത്ത് അത് കുട്ടികളെ പഠിപ്പിക്കണേ പറഞ്ഞാൽ നമ്മൾ പഠിക്കണേ അതിൻ്റെ അർത്ഥം. നമ്മൾ ആദ്യം പഠിച്ച് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അവിടുന്നാണ് നമ്മളെ ഈമാൻ ശക്തിപ്പെടുന്നത്. റസൂലുള്ളാഹി പറഞ്ഞത് അതാണല്ലോ, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എല്ലാവരെക്കാളും നിങ്ങൾക്ക് എന്നോട് ഏറ്റവും ഇഷ്ടം തോന്നും. ആ ഇഷ്ടം ഉണ്ടാവുമ്പോഴേ നമ്മൾ ആരാകൂ? മോമിനാവുള്ളൂ. മോമിനാവണമെങ്കിൽ ആ മഹബത്ത് വേണം. അള്ളാഹു നമ്മളെ കൽബിൽ അത് ഏറ്റിത്തരുമാറാകട്ടെ. ആ മഹബത്ത് നബിയോട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ചില ലക്ഷണങ്ങളുണ്ട്. മുത്തുനബിയോട് മഹബത്ത് ഉണ്ടായാൽ അതിന് ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നബിതങ്ങളോടുള്ള ഇത്തിബാ. നമ്മളെ ഇരുത്തത്തിലും നടത്തത്തിലും വേഷത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുകരിക്കുക എന്നത് മഹബത്തിന്റെ നിദർശനമാണ്. ഉമ്മമാർക്കറിയാലോ, വീട്ടിൽ ചില കുട്ടികളൊക്കെ 7-ാം നമ്പർ കുപ്പായം വേണമെന്ന് കരയാറുണ്ട്. വേറെ ചിലർക്ക് 10-ാം നമ്പർ വേണമെന്നാ പറയുന്നത് അല്ലേ? ഇതെന്തിനാ? ഈ നമ്പർ കുപ്പായിട്ട് പന്തളിക്കണ ചില ഹേവാന്മാരുണ്ട്. അപ്പൊ അവരോടുള്ള മഹബത്ത് കൽബ് കയറിയപ്പോ ഓല കുപ്പായം പന് കിട്ടണം. ചില ആൾക്കാരെ മുടിയൊക്കെ എങ്ങനെയാണ്, അത് ഓന് മഹബത്ത് കയറിയ ഒരാളെ മുടിയുണ്ട്, അങ്ങനെ പനങ്കോല പോലെയുള്ള മുടിയുണ്ട്, അപ്പൊ ഓന് അതുപോലെ ആവണം. ഇങ്ങനെ ഓരോരുത്തരോട് നമുക്ക് കൽബിൽ ഇഷ്ക് ഉണ്ടായാൽ അവരുടെ വേഷവും സ്വഭാവവും പെരുമാറ്റമൊക്കെ നമ്മളെ ജീവിതത്തിലേക്ക് വരും. അപ്പൊ നമ്മൾ മുത്തുനബിന്റെ മുഹിബ്ബീങ്ങളാണോ എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നാണെന്ത്? അവിടത്തോടുള്ള ഇത്തിബാ. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹനെ നിങ്ങൾ പ്രിയം വെക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ അല്ലാഹു പറഞ്ഞയച്ച എന്നെ നിങ്ങൾ പിന്തുടരണം. എങ്കിലേ അല്ലാഹു നിങ്ങളെ ഇഷ്ടം വെക്കൂ. നബിതങ്ങൾ മുഖേന അവിടത്തെ ഫോളോ ചെയ്ത് ആ നബിയെ അനുകരിച്ചല്ലാതെ പടച്ചോന്റെ പൊരുത്തം വാങ്ങാൻ വേറെ കുറുക്ക് വഴിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇത്തിബാ കൽബിൽ മഹബത്തുള്ളതിന്റെ ഒരു അടയാളമാണ്. അത് സാധിക്കുന്ന അത്ര നമ്മൾ ഇത്തിബാ ചെയ്യാം. ഓരോരുത്തരുടെ ഈമാന്റെ തോതനുസരിച്ച് ഏറ്റ വ്യത്യാസം ഉണ്ടാവാം. എന്നാലും നമ്മൾ സാധിക്കുന്നിടത്തോളമായി ഇത്തിബാ ചെയ്യാം. രണ്ടാമതായി മുത്തുനബിയോട് മഹബത്തുണ്ടെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് 1000 നാവുണ്ടാവും. അവിടുത്തെ മദ്ഹ് പറയാനും അവിടുത്തെ പോരിശ പറയാം. അങ്ങനെയാണല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കൂലേ? അപ്പൊ മുഹിബ്ബീങ്ങൾ നബിതങ്ങളെ മദ്ഹ് പറയും. ആ നബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും നമുക്ക് സന്തോഷം ഉണ്ടാവണം. ആ നബിതങ്ങളെ വിഷമിപ്പിക്കുന്ന എല്ലാത്തിനോടും നമുക്ക് വെറുപ്പുണ്ടാകണം. അത് നബിയോട് മഹബത്തുള്ളതിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബിയെ കൊണ്ട് സന്തോഷിക്കുക എന്നത് ഈമാനിന്റെ ഒരു ലക്ഷണമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച ഒരു വലിയ സന്ദേശവും കൂടിയാണത്. അവിടെയാണ് നമ്മൾ ഈ നബിദിനാഘോഷമൊക്കെ നടത്തുന്നതിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളതൊരു പുണ്യകർമ്മ എന്ന് മാത്രം പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒരു സംഗതിയല്ല. അത് മഹബത്തിന്റെ ഒരു നിദർശനവും കൂടിയാണ്.
നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകളൊക്കെ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന നരകത്ത് പോണ അമലാന്നൊക്കെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാഹിന്റെ ഹബീബിനെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു സംഗതി നമ്മളെ നരകത്ത് കൊണ്ടുപോയി ചാടിക്കുന്നൊക്കെ പറയണമെങ്കിൽ എത്ര കൽബ് കടുത്തു പോകണം. ഇസ്ലാമിന്റെ നിയമങ്ങളോ അതിന്റെ തത്വങ്ങളോ ഒന്നും പഠിക്കാതെയാണ് ഈ സംസാരങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതി, നമ്മൾ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത്? നമ്മൾ പറയുന്നത് അത് ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന ഒരു പുണ്യകർമ്മമാണ്. അതോടൊപ്പം അത് നമ്മളെ ഹൃദയത്തിൽ മുത്തുനബിയോട് മഹബത്തുള്ളതിന്റെ അടയാളമാണ്. ഇത് രണ്ടുമാണ് നബിദിനാഘോഷം. എതിരാളികൾ പറയുന്നതോ നബി തങ്ങളുടെ ജന്മത്തിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത് നരകത്തിൽ കടക്കാൻ കാരണമാകുന്ന ബിദ്അത്താണ് എന്നാണ് അവർ പറയുന്നത്. അവരെ വാദത, നമ്മളെ വാദം ഇതാണ്. ഇനി നമ്മൾ രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സുന്നത്താണ് ബിദ്അത്താണ് എന്ന് പറഞ്ഞാൽ? സുന്നത്ത് ബിദ്അത്ത് രണ്ട് സാധനം ഉണ്ടല്ലോ. സുന്നത്ത് എന്നതിന്റെ ഭാഷാർത്ഥം അൽ ആദത്തു, പതിവ്, കീഴ്വഴക്കം എന്നൊക്കെയാണ് സുന്നത്ത് എന്നതിന്റെ ഭാഷാർത്ഥം. മതസാങ്കേതിക ഭാഷയിൽ പല അർത്ഥത്തിനും സുന്നത്ത് ഉപയോഗിക്കാറുണ്ട്. ഓരോ സ്ഥലത്തും വ്യത്യസ്ത അർത്ഥമാണ്. ഇപ്പൊ നമ്മൾ ഫർള് സുന്നത്ത് എന്ന് പറയില്ല സാധാരണ, അല്ലേ? നിസ്കാരത്തിന്റെ ഫർള് സുന്നത്ത് എന്ന് അറിയില്ലേ? അവിടുത്തെ സുന്നത്തിന്റെ അർത്ഥം എന്താ? ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ കുറ്റമില്ലാത്തതും. ഉദാഹരണം ഇതുപോലെ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ. ചെയ്താൽ കൂലിയുള്ളത് ഒഴിവാക്കിയ കുറ്റമില്ല. അപ്പൊ ഫർള് നിസ്കാരത്തിൽ നമ്മളിപ്പോ ഉദാഹരണത്തിന് ഫാത്തിഹ ഓതുന്നത് നിർബന്ധ. പിന്നെയോ സൂറത്ത് ഓതൽ സുന്നത്താണ്, ഒഴിവാക്കിയ കുറ്റമില്ല. അതാണ് ഫർള് സുന്നത്ത്, നമ്മളുടെ സുന്നത്ത്. രണ്ടാമത്തെ ഒരു സുന്നത്ത് ഖുർആന് സുന്നത്ത് എന്ന് പറഞ്ഞ സുന്നത്താണ്. അവിടെ നമുക്കറിയാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക്, പ്രവൃത്തി, മൗനാനുവാദങ്ങൾ അടങ്ങിയതാണ് അവിടെ സുന്നത്ത്. വ്യത്യാസം. മൂന്നാമത് ബിദ്അത്ത് സുന്നത്ത്. സുന്നത്ത് ബിദ്അത്ത് എന്ന് പറയുമ്പോഴുള്ള സുന്നത്താണ്. അതെന്താണ്? മാ വാഫഖ ശർആന, പ്രമാണങ്ങളോട് യോജിച്ച് വരുന്നതിനാണ് ബിദ്അത്തിന്റെ കൂടെയുള്ള സുന്നത്ത് എന്ന് പറഞ്ഞാൽ. പ്രമാണങ്ങൾ പറഞ്ഞാൽ നാലാണ് നമുക്കറിയാലോ: ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഇതിലേതെങ്കിലും ഒരു പ്രമാണത്തിന്റെ പിന്തുണ ഉണ്ടോ അത് സുന്നത്താണ്, അഥവാ സദാചാരമാണ്, പരലോകത്ത് കൂലി കിട്ടുന്ന പുണ്യകർമ്മമാണ്. അതിന്റെ നേരെ എതിരിനാണ് എന്തെന്ന് പറയാ? ബിദ്അത്ത് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ പ്രമാണ വിരുദ്ധം, 4 പ്രമാണങ്ങളെയും പിന്തുണ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ അതിന് ബിദ്അത്ത് എന്ന് പറയും. അനാചാരം, പരലോകത്ത് കുറ്റം കിട്ടുന്ന കാര്യം. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ഈ നബിദിനാഘോഷം പുണ്യകർമ്മമാണ് എന്നത് മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതെന്താ? പുണ്യകർമ്മം 2 ജാതി. ഒന്ന് മുത്ലഖ്, മറ്റൊന്ന് മുഖയ്യദ്. അല്ലെങ്കിൽ മഖ്സൂസ്, വൈറു മഖ്സൂസ്. മലയാളത്തിൽ പറഞ്ഞാൽ അല്ലാഹു തആല പ്രത്യേക രീതിയും രൂപവും നിശ്ചയിച്ച് തന്ന ഇബാദത്താണെങ്കിൽ അത് മുഖയ്യദായ ഇബാദത്ത് എന്ന് പറയാം. ഉദാഹരണം 5 നേരത്തെ നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇതൊക്കെ ഏതാ? മുഖയ്യദായ പ്രത്യേക രൂപവും രീതിയും ശറഅ് നിശ്ചയിച്ച് തന്ന ഇബാദത്താണ്. അത് അനക്കാൻ പാടില്ല. അതാ പറഞ്ഞ മാതിരി തന്നെ ചെയ്യാം. സുബൈ 2 റക്അത്തുള്ളത് 4 ആക്കാൻ പറ്റുമോ? 20 ആക്കാൻ പറ്റുമോ? ഇല്ല, അത് 2 പറ്റുള്ളൂ. യാസീന് വലിയ കൂലിയുണ്ട്, അല്ലേ? വലിയ കൂലിയുള്ള സംഗതി യാസീൻ. പക്ഷെ ഒരാൾ പറയാം ഞാൻ 4 റുക്കൂലൊരു യാസീൻ ഓതട്ടെ, അത് പറ്റുമോ? അവിടെ നബി പഠിപ്പിച്ചതാ. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദി എന്ന് ചൊല്ലേണ്ട സ്ഥലമാണ്. അത് മാറ്റിയിട്ട് ഒരു യാസീൻ നല്ലതല്ലായിരുന്നു ചൊല്ലാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മുഖയ്യദായ ഇബാദത്ത് നമുക്ക് അനക്കാൻ പറ്റൂല. അതങ്ങനെ തന്നെ എല്ലാം ജുമാ, ജമാഅത്ത്, ഖുതുബ, ഇതൊക്കെ അങ്ങനെ തന്നെ പോണം. ഭാഷ അടക്കം മാറ്റാൻ പറ്റാത്ത എന്തുകൊണ്ടാ? അത് പ്രത്യേക ഇബാദത്താണ്. ഇനി പ്രത്യേക ഇബാദത്തല്ലാതെ പൊതുവിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട പുണ്യകർമ്മങ്ങൾ, അത്തരം പുണ്യകർമ്മങ്ങൾ ഇന്ന രീതിയിലേ ചെയ്യാവൂ എന്നുണ്ടാക്കിയിട്ടില്ല, ശറഅ് നിഷ്കർഷിച്ചിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രായോഗികമായ രൂപവും രീതിയും ഉണ്ടാക്കാനുള്ള അധികാരം ആർക്ക് തന്നിട്ടുണ്ട്? നമുക്ക് അല്ലാഹ് തന്നിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന കാന ലഹു അജ്റുഹാ. ഇസ്ലാമിൽ ഒരു നല്ല മാതൃക ആരെങ്കിലും ഉണ്ടാക്കിയാൽ, നല്ല മാതൃക ഉണ്ടാക്കാൻ പുതിയൊരു ഇബാദത്ത് നമ്മുടെ വകയിൽ ഉണ്ടാക്കാന്നല്ല,
പൊതുവിൽ മതം പ്രോത്സാഹിപ്പിച്ച ഒരു പുണ്യകർമ്മത്തെ പ്രയോഗവൽക്കരിക്കാൻ ഒരു രൂപമുണ്ടാക്കിയാൽ അവൻ അതിന്റെ കൂലി കിട്ടും, അനുകരിച്ചവരെ കൂലിയും തുടങ്ങിയവന് കിട്ടും. ഉദാഹരണത്തിന് ഒരു പള്ളിയാണ്, ഈ പള്ളിയിലെ ഖത്തീബും ഇമാമും ഉസ്താദും ഒക്കെ അവിടെ തീരുമാനിക്കാണ് ദിക്ർ എല്ലലും വലിയ പുണ്യമുള്ള കാര്യമില്ല, വദ്കുറുല്ലാഹ ദിക്റൻ കസീറ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ ധാരാളം ദിക്ർ എന്നല്ലേ പറഞ്ഞത്. ധാരാളം ദിക്ർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളില്ലോ ഇല്ല, അതിന് നമ്മൾ ടൈം ടേബിൾ ഒരു സിലബസ് ഒക്കെ ഉണ്ടാക്കിയാലേ നടക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഉസ്താദ് പറയാണ് നമ്മളെല്ലാ അറബി മാസവും 1-ാം തീയതി സുബഹിന്റെ ശേഷം വാരിദായ ദിക്റും ദുആക്കെ നടത്തിയതിന് ശേഷം 1000 തഹ്ലീൽ എല്ലാ മാസത്തിലും ഇവിടെ ചെല്ലുക, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ചെല്ലുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെല്ലുക എന്ന് തീരുമാനിച്ചാൽ അവിടെ ഒരാൾ ബോർഡ് വെക്കുക. അങ്ങനെ 1000 ദിക്ർ സിദ്ദീഖ് തങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ, ഉമറുൽ ഫാറൂഖ് ചൊല്ലിയിട്ടുണ്ടോ, അങ്ങനെ കിട്ടണ സ്വഹാബിന്റെ ഒക്കെ പേരിൽ ബോർഡ് വെക്കാം. പക്ഷെ ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. എന്തുകൊണ്ട്? അത് അവർ ചെയ്തോളണമെന്നില്ല. ഇഷ്ടം പോലെ ദിക്റല്ലാൻ അല്ല പറഞ്ഞാലേ അപ്പൊ നമ്മളെ സൗകര്യത്തിന് ഒരെണ്ണം തെരഞ്ഞെടുത്തു. അങ്ങനെ ഇവിടെ ദിക്ർ തുടങ്ങിയോക്ക് അതിന്റെ കൂലിട്ടെന്ന് മാത്രമല്ല, നിലവിലെ ഖത്തീബും കാലും ഒക്കെ മാറി വേറെ ആള് വന്നാലോ അവരും ഇത് തുടരുകയാണെങ്കിൽ തുടങ്ങിയോൽക്ക് ഇവർ തുടരുന്നതിന്റെ ഒരു പങ്ക് തുടക്കം കുറിച്ചോൽക്ക് കിട്ടും. ഹദ്ദാദ് റാത്തീബൊക്കെ അങ്ങനെ വന്ന പുണ്യകർമ്മങ്ങളാണ്. അത് പൊതുവിൽ ഖുർആനിലും ഹദീസിലും പ്രോത്സാഹിപ്പിച്ച ദിക്റ പ്രയോഗവൽക്കരിക്കാനുള്ള ഒരു രൂപം നമുക്കുണ്ടാക്കാം. ഇതേ വകുപ്പിൽ പെട്ടതാണ് ഏതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാ ഖുൽ ബി ഫളില്ലാഹി വബിറഹ്മത്തിഹി ഫബിദാലിക ഫല്യഫ്റഹൂ. അല്ലാഹുവിന്റെ ഔദാര്യമാകുന്ന ഖുർആൻ കൊണ്ടും അവന്റെ റഹ്മത്താകുന്ന നബിതങ്ങളെ കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക. നബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത് നബിതങ്ങളെ ജന്മവും പൊടുന്ന് നബി ജീവിതത്തിലൂടെ കാണിച്ചെന്നതാണ്. സുഇലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമിൽ ഇസ്നൈൻ, എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കുക. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു എന്താ നബി ഇതിന്റെ പ്രത്യേകത? ഖാല ഫീഹി വുലിത്തു, എന്റെ ജന്മദിന. അപ്പൊ മുത്തുനബിയുടെ ജന്മദിനത്തിന് പ്രത്യേകത ഉണ്ടെന്നും അതിന് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ജീവിതത്തിലൂടെ കാണിച്ചു തന്നതാണ്. അപ്പൊ നബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നതിൽ അവിടുത്തെ ജന്മവും പെടും. പക്ഷെ അത് ഇന്ന രീതിയിൽ മാത്രമേ ആ സന്തോഷം പാടുള്ളൂ എന്ന് ശറഅ് എന്ത് ചെയ്തിട്ടില്ല, നിഷ്കർഷിച്ചിട്ടില്ല. അപ്പൊ അവിടെ ശറഇന് വിരുദ്ധമല്ലാത്ത ഏത് നല്ല കാര്യം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സന്തോഷം പ്രകടിപ്പിക്കാം. അത് നബിതങ്ങളെ മദ്ഹ് ചെയ്തിട്ടാണോ? ഇഷ്ടംപോലെ പ്രമാണം അംഗീകരിച്ച കാര്യമാണ്. പ്രകടനം നടത്തിയിട്ടാണോ പ്രമാണം അംഗീകരിച്ച്? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ റബീഉൽ അവ്വൽ 12-നാണ് നബിതങ്ങൾ മദീനയിലേക്ക് വരുമ്പം സ്വഹാബത്ത് ദഫ് മുട്ടിയിട്ട് പ്രകടനായി നബിതങ്ങളെ സ്വീകരിച്ചത്. മറ്റ് പല സന്ദർഭങ്ങളിലും യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ നബിതങ്ങളെ പ്രകടനമായി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം പ്രകടനം നടത്തൽ ശറഅ് അംഗീകരിച്ച സംഗതിയാണ്, അതിനെതിരാവാഞ്ഞാ മതി. അതുപോലെ സന്തോഷം ഉണ്ടാകുമ്പോൾ ആഹാരം കൊടുക്കുക, അത് ഖുർആൻ പഠിപ്പിച്ച ആശയമാണ്, അത് നമുക്ക് ചെയ്യാം. ഇങ്ങനെ ശറഇന് വിരുദ്ധമല്ലാത്തതും സന്തോഷത്തിന്റെ മേൽ അറിയിക്കുന്നതുമായ ഏത് നല്ല കാര്യവും ഓരോരുത്തരെ ഒഴിവും കഴിവും അനുസരിച്ച് ചെയ്യാം. അത് രാജകീയ അടിസ്ഥാനത്തിൽ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ആദ്യമായി നടത്തിയെന്നതാണ് മുളഫർ രാജാവ് ചെയ്തത്. അല്ലാതെ നബിതങ്ങളെ ജന്മത്തിൽ സന്തോഷിക്കുക എന്നത് മുളഫർ രാജാവ് ഉണ്ടാക്കിയ പുണ്യകർമ്മല്ല, അത് ഖുർആൻ പഠിപ്പിച്ചതും ഹദീസിൽ വന്നതുമാണ്. അതിന്റെ രൂപവും രീതി നമുക്ക് വിട്ടുതന്നതായതുകൊണ്ട് രാജകീയമായ ഒരു രീതി ആരുണ്ടാക്കി? മുളഫർ രാജാവ് ഉണ്ടാക്കി. നമ്മളെ നാട്ടിലൊരു രീതിയാ, യമനിൽ വേറൊരു രീതിയാ, വേറെ ചില നാട്ടിൽ മറ്റൊരു രീതിയാണ്. അതിനൊന്നും വിരോധമല്ല. മുത്തുനബിയെ കൊണ്ട് സന്തോഷിക്കുക എന്നത് ഈമാന്റെ ലക്ഷണമാണ്. അപ്പൊ ആ രീതിയിൽ ആ ഒരു മഹബത്ത് നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയ സദസ്സ് അർഹമുർ റാഹിമീനായ റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഉസ്താദുമാര് സ്വലാത്തോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാനുണ്ട്, അവര് ദുആക്ക് നേതൃത്വം നൽകും. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരുടെയും സർവ്വ ഖൈറായ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. താജുൽ മുഹഖഖീൻ കോട്ടൂർ ഉസ്താദ് അവർകൾ റബ്ബേ, ഈ നാടിന്റെ റഹ്മത്താണ്, ഈ നാടിന്റെ വലിയ നിഅമത്താണ്. നീ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്.
അവിടെ സാന്നിധ്യം ഏറെക്കാലം ഞങ്ങളെ നാട്ടിൽ നിന്ന് നിലനിർത്തി തരണേ അല്ലാഹ്. അവിടുത്തെ ദറജ നീ നന്നായി ദുന്യാവിലും ആഖിറത്തിലും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. രോഗികളായി കഴിയുന്ന ഞങ്ങളെ ഉസ്താദുമാർ, പ്രത്യേകിച്ച് സുൽത്താനുലും അടക്കമുള്ള എല്ലാവരുടെയും സർവ്വ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. നാളെ ജന്നാത്തുൻ നഈമിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ ഞങ്ങളെ ഈ മജ്ലിസ് നീ കാരണമാക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ വലാ തറുദ്ദന്നാ ഖായിബിൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.